വനത്തിനടുത്തുള്ള ഒരു ഗ്രാമമായിരുന്നു സൂര്യപുരം. അവിടെ ഒരു വീട്ടിൽ ചിക്കി എന്നൊരു കോഴി ജീവിച്ചിരുന്നു. ഒരു വേനൽക്കാലത്ത് അവൾ മുട്ടകൾക്ക് അടയിരിക്കുകയായിരുന്നു. ആകെ 12 മുട്ടകൾ ഉണ്ടായിരുന്നു. അവൾ വളരെ പ്രതീക്ഷയോടെ അടയിരുന്നു. ചിക്കി പെറുക്കാൻ അടുത്ത വനത്തിൽ പോയിരുന്ന അവൾ പെട്ടെന്ന് മടങ്ങിയെത്തി മുട്ടകൾക്ക് അടയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒന്നാമത്തെ മുട്ട വിരിഞ്ഞു. നോക്കിയിരിക്കെ 2, 3, 4 അങ്ങനെ 10 മുട്ടകൾ വിരിഞ്ഞു. അവൾ കുറെ നേരം ക്ഷമയോടെ നോക്കിയിരുന്നെങ്കിലും 2 മുട്ടകൾ വിരിഞ്ഞതേയില്ല. പക്ഷെ അപ്പോഴേക്കും വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിനായി കരയാൻ തുടങ്ങി. ചിക്കി രണ്ടും കൽപ്പിച്ച് 10 കോഴിക്കുഞ്ഞുങ്ങളെയും കൊണ്ട് തീറ്റ തേടിപ്പോയി. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഒരു വനത്തിലാണ്. ഇവിടെ ധാരാളം ദുഷ്ടമൃഗങ്ങളുണ്ട്. അതിനാൽ നിങ്ങളാരും അമ്മയുടെ അടുത്ത് നിന്ന് മാറിപ്പോകരുത്. ശരി അമ്മേ, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാം. ഈ സമയം ബാക്കിയുള്ള 2 മുട്ടകൾ കൂടെ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. നീയാണോ എന്റെ അമ്മ? അല്ല അല്ല, ഞാനും എന്റെ അമ്മയെയാണ് തിരയുന്നത്. നീ എന്റെ സഹോദരനാണെന്നാണ് തോന്നുന്നത്. ഓഹോ, എങ്കിൽ നമുക്ക് അമ്മയെ തിരഞ്ഞു പോകാം. അവർ ഇരുവരും അമ്മയെ തിരഞ്ഞ് വനത്തിലേക്ക് പുറപ്പെട്ടു. അവസാനം നമ്മൾ നമ്മുടെ അമ്മയെ കണ്ടുപിടിച്ചു. ഇതാണ് നമ്മുടെ അമ്മ, ഇതായിരിക്കും നമ്മുടെ അമ്മ. നമ്മളെക്കാൾ വലുതാണ്. നമ്മളെപ്പോലെ 2 കണ്ണുകളും ഉണ്ട്. അയ്യോ കുഞ്ഞി കോഴികളെ, ഞാൻ നിങ്ങളുടെ അമ്മയല്ല. ഞാൻ ഒരു ആനയാണ്. നിങ്ങളുടെ അമ്മയ്ക്ക് എന്നെ പോലെ തുമ്പിക്കൈയും കൊമ്പുകളും ഉണ്ടാകില്ല. അവർ അവിടെ നിന്നും മുന്നോട്ടേക്ക് പുറപ്പെട്ടു. ഇത് ആനച്ചാർ പറഞ്ഞതുപോലെ തന്നെ. ഇതാ നോക്കൂ, ഈ ജീവിക്ക് കൊമ്പുകളില്ല, ആനയേക്കാൾ ചെറുതുമാണ്. ഇത് തന്നെയാണ് നമ്മുടെ അമ്മ. സിംഹം വിശന്നു വലഞ്ഞിരിക്കുകയായിരുന്നെങ്കിലും അവരുടെ നിഷ്കളങ്കമായ സംഭാഷണം കേട്ട സിംഹത്തിന് തന്റെ കുഞ്ഞുങ്ങളെ ഓർമ്മ വന്നു. അവൻ അവയെ ഉപദ്രവിച്ചില്ല. നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത് അത്ര സുരക്ഷിതമല്ല. നിങ്ങളുടെ അമ്മയാണ് നിങ്ങൾ തിരക്കുന്നതെന്ന് എനിക്കറിയാം. നിങ്ങളുടെ അമ്മയ്ക്ക് എന്നെ പോലെ സടയുണ്ടാവില്ല, എന്റെ അത്ര വലിപ്പമുണ്ടാവില്ല. നിങ്ങളുടെ അമ്മ എന്നേക്കാൾ ചെറുതായിരിക്കും. അവർ യാത്ര തുടർന്നു. ഇതാ സിംഹം പറഞ്ഞ പോലെ തന്നെ, സിംഹത്തെക്കാൾ വളരെ ചെറുതാണ്. സടയുമില്ല, കൊമ്പില്ല, തുമ്പിക്കൈയില്ല. ഇത് തന്നെ നമ്മുടെ അമ്മ. അയ്യോ, ഞാൻ നിങ്ങളുടെ അമ്മയല്ല. നിങ്ങളുടെ അമ്മ ഒരു പക്ഷിയാണ്. അതിന് ചിറകുകൾ ഉണ്ടാവും. എന്നെ നോക്കൂ, ഞാനൊരു പക്ഷിയല്ല, എനിക്ക് ചിറകുകളുമില്ല. അവർ അവിടെ നിന്നും മുന്നോട്ടേക്ക് പുറപ്പെട്ടു. നോക്കൂ, ഇത് ഒരു പക്ഷി തന്നെയാണ്. 2 ചിറകുകളുണ്ട്. സിംഹത്തെക്കാൾ ചെറുതാണ്, തുമ്പിക്കൈയില്ല, 2 കാലുകളാണുള്ളത്. ഇത് തന്നെ നമ്മുടെ അമ്മ. അമ്മേ, നിങ്ങൾ നിങ്ങളുടെ അമ്മയാണ് അന്വേഷിക്കുന്നത് അല്ലേ? നോക്കൂ, ഞാൻ കരയുന്നത് ഇങ്ങനെയാണ്. എന്നാൽ നിങ്ങളുടെ അമ്മ കരയുന്നത് കൊക്കരക്കോ കൊക്കരക്കോ എന്നാണ്. നോക്കൂ, നിങ്ങളുടെ അമ്മയ്ക്ക് എന്നെ പോലെ അധികം പറക്കാൻ സാധിക്കില്ല. എനിക്ക് കുറച്ചുകൂടെ ഉയരത്തിൽ പറക്കാൻ സാധിക്കും. ഇത് കേട്ടുകൊണ്ട് അവിടെ ഇരുന്ന ഒരു പക്ഷി അവർക്ക് വഴി കാട്ടിക്കൊടുത്തു. ഓ എന്റെ മക്കളെ, നിങ്ങൾ ഇവിടെ തന്നെ എന്റെ അടുത്ത് തന്നെ എത്തിച്ചേർന്നല്ലോ. ഭാഗ്യം തന്നെ. നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? അവർ സംഭവിച്ച കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു. അവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ആ വീട്ടിൽ കോഴിയമ്മയും 12 മക്കളും സന്തോഷത്തോടെ ജീവിച്ചു.